കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്താണോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് ശരിക്കും എനിക്കൊരു സ്പെക്കുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ ലേറ്റസ്റ്റ് സയന്റിഫിക് സ്റ്റഡി പറയുന്നത് നമ്മുടെ പ്രപഞ്ചം, നമ്മുടെ എൻറ്റയർ യൂണിവേഴ്സ് ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്താവാനാണ് സാധ്യത. അതിനെ പറ്റിയിട്ട് ഒരുപാട് എവിഡൻസും കിട്ടിയിട്ടുണ്ട്. സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു പീക്ക് ലെവൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. വെറും ഒരു തിയറിറ്റിക്കൽ സ്റ്റഡി ചെയ്യുന്ന ഒരു സയന്റിഫിക് വണ്ടർ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ട് നമുക്ക് ജനറലി ഒരു ഐഡിയ ഉണ്ടാവും. അതായത് ഇതിന്റെ അകത്തേക്ക് എന്ത് പോയാലും അതിനൊരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ലൈറ്റിന് വരെ ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ കഴിയില്ല. ബ്ലാക്ക് ഹോൾസിന്റെ ഇന്റൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം ലൈറ്റിന് പോലും ഇതിന്റെ ഗ്രാവിറ്റി വിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾസിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത് ശരിക്കും ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് അധികം ആൾക്കാർക്ക് അത് തലയിൽ കയറില്ലെങ്കിലും ഇപ്പോ പുതിയ സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ശരിക്കും നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്താവാനാണ് സാധ്യത. ഐൻസ്റ്റൈന്റെ തിയറീസ് അനുസരിച്ച് ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് ഒരു എൻറ്റയർ സ്പേസ് ടൈം തന്നെ ഓപ്പൺ അപ്പ് ആവുന്നുള്ളതാണ്. ഒരു സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു എൻറ്റയർ യൂണിവേഴ്സ് തന്നെ ഓപ്പൺ അപ്പ് ആവുന്നുള്ളതാണ്. അതായത് ഓരോരോ ബ്ലാക്ക് ഹോൾസിന്റെ അകത്തും ഓരോരോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേസ് ടൈം ഉണ്ടാവാനുള്ള സാധ്യതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബ്ലാക്ക് ഹോൾസിന്റെ അകത്തേക്ക് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അത് എവിടേക്ക് പോകും, അതിനുള്ള ഒരു ഉത്തരമായിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ബ്ലാക്ക് ഹോൾസ് ആണ് സ്പിന്നിങ് ടൈപ്പ് ബ്ലാക്ക് ഹോൾസ്. അതിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോൾസ്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന സ്റ്റഡി മേജറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്പിന്നിങ് ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് ഒരു സ്പിന്നിങ് ബ്ലാക്ക് ഹോളിൽ അകത്താവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ വർഷം ഏപ്രിലിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായിൽ വെച്ച് നടത്തിയ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കറന്റ് മോഡൽ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലാംഡ CDM എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സ് ആണ്. ഈ ഒരു മോഡലിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പ് യൂണിവേഴ്സ് ആണ്. അതായത് ബിഗ് ബാങ്ങിന് ശേഷം നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ലേ, ആ ഒരു ടൈപ്പ് യൂണിവേഴ്സ് ആണെന്നാണ് ശരിക്കും ഈ ഒരു മോഡലിൽ പറയുന്നത്. നമ്മുടെ കറന്റ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഈ ടൈപ്പ് യൂണിവേഴ്സ്, അതായത് ലാംഡ CDM എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സ് മോഡലിൽ അത് ഫോളോ ചെയ്യുന്നത് ഒരു തരത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഗാലക്സികൾ ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളത്. അതായത് ഇങ്ങനെ ചുറ്റി കളിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഗാലക്സി ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുറ്റിനായിട്ട് രണ്ട് രീതി ഉണ്ടാവും. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ടാവും, ക്ലോക്ക് വൈസിൽ ചുറ്റാൻ പറ്റും. അപ്പോൾ ലാംഡ CDM എന്ന് പറയുന്ന മോഡൽ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസേ കാണുള്ളൂ. അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള സംഭവം മാത്രമേ നമ്മുടെ യൂണിവേഴ്സിൽ കാണുള്ളൂ. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ കാണുന്ന ഗാലക്സികളുടെ ഒരു 50% കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ചുറ്റുന്നെങ്കിൽ അടുത്ത 50% ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത്. അതായത് 50-50 ആയിട്ടായിരിക്കും അവിടെ ശരിക്കും നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത്ര നാൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് JWSTയുടെ പുതിയ കണ്ടുപിടുത്തമായിട്ട് ഇങ്ങനെ വരുന്നത്. JWST എന്ന് പറയുന്നത് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്പ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏകദേശം 11 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറം കിടക്കുന്ന ഗാലക്സികളുടെ ഡേറ്റ എടുത്തിട്ടാണ് JWST ഒരു സ്റ്റഡി നടത്തിയത്. 11 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ പ്രായം എന്ന് പറയുന്നത് 13.5-14 ബില്യൺ ലൈറ്റ് ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ 11 ബില്യൺ ലൈറ്റ് ഇയർ ഒക്കെ അപ്പുറം കിടക്കുന്ന ഗാലക്സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർലി യൂണിവേഴ്സിലുള്ള ഗാലക്സീസ് ആണ്. അതായത് നമ്മുടെ യൂണിവേഴ്സ് തുടങ്ങിയ സമയമല്ലേ, ആ സമയത്തുള്ള ഗാലക്സികളുടെ ഡേറ്റ ആണ് ശരിക്കും ഇവിടെ എടുക്കുന്നത്. അത്രയും ഗാലക്സികളുടെ ഡാറ്റാസ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഭൂരിഭാഗം ഗാലക്സികളും ഒരൊറ്റ ഡയറക്ഷനിലേക്കാണ് സ്പിൻ ചെയ്യുന്നത്. അതായത് നേരത്തെ വിചാരിച്ച പോലെ 50% ഒരു സൈഡ് 50% മറ്റൊരു സൈഡിലേക്കാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പുതിയ സ്റ്റഡീസ് പറയുന്നത് ഭൂരിഭാഗം ഗാലക്സീസും ഒരൊറ്റ ഡയറക്ഷനിലേക്കാണ് സ്പിൻ ചെയ്യുന്നത്. ഒരു മൈനോറിറ്റി മാത്രമാണ് മറ്റേ ഡയറക്ഷനിലേക്ക് സ്പിൻ ചെയ്യുന്നത്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 2/3 ഓഫ് ദ ഗാലക്സി ഒരു ഡയറക്ഷനിലേക്കും 1/3 ഓഫ് ദ ഗാലക്സി വേറൊരു ഡയറക്ഷനിലേക്കാണ് സ്പിൻ ചെയ്യുന്നത്. പക്ഷേ ലാംഡ CDM മോഡൽ അനുസരിച്ച് ഈ ഒരു തിയറി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതായത് ഒരു ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ സംഭവിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഞാൻ പണ്ട് പറയാറുണ്ട്, സയൻസ് എന്ന് പറയുന്നത് ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആണ്. അതായത് ഇപ്പോൾ ഇന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല മിക്കവാറും നാളെ കണ്ടുപിടിക്കുന്നത്. ഇന്ന് വിശ്വസിക്കുന്ന കാര്യമായിരിക്കില്ല ശരിക്കും നമ്മൾ നാളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സയൻസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സയൻസ് കൂടുതലില്ല, സയൻസിനെ വിശ്വസിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. സയൻസിന്റെ ഒരു ലിമിറ്റാണ് ശരിക്കും ഞാൻ പറഞ്ഞത്. ഡെയിലി ഓരോരോ ഒബ്സർവേഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്, ഡെയിലി ഓരോരോ ഡിസ്കവറീസ് നമ്മൾ നടത്തുന്നുണ്ട്. ഈ ഡിസ്കവറീസ് അനുസരിച്ചാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. സയൻസിനെ പറ്റി പലരോട് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
1930 പ്ലൂട്ടോ എന്നുള്ള ഒരു പ്ലാനറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അങ്ങേറ്റം കിടപ്പുണ്ടെന്നുള്ള ഒരു ഡേറ്റ ഒക്കെ സയന്റിസ്റ്റുമാർക്ക് കിട്ടുകയും അതിനുശേഷം ഒഫീഷ്യലി പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്നുള്ള രീതിയിലേക്കാണ് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിട്ടാണ് ഞാൻ ശരിക്കും കൺസിഡർ ചെയ്തിരുന്നത്. അതിനുശേഷം 2006 പ്ലൂട്ടോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്നുള്ള ഒരു കാര്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഏകദേശം 76 വർഷത്തോളം പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് തന്നെയായിരുന്നു. അങ്ങനെ 1932 ഒരു കൊച്ചു ജനിച്ചു എന്ന് വിചാരിക്കാം. ആ കൊച്ചിന്റെ ചെറുപ്പകാലം പോലെ തന്നെ പ്ലൂട്ടോ എന്ന പ്ലാനറ്റിനെ പറ്റിയിട്ട് കേട്ട് നല്ല ഒബ്സഷൻ ആക്കി ഇങ്ങനെ വരുന്നു. അതായത് ദൂരെ കിടക്കുന്ന ഒരു പ്ലാനറ്റ് ആയതുകൊണ്ട് എന്തൊരു ഒബ്സഷൻ ആ ഒരു കൊച്ചിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അങ്ങനെ ഈ ഒരു ഒബ്സഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു കൊച്ചു ഒരുപാട് പടങ്ങൾ വരയ്ക്കാനും തുടങ്ങി, ഒരുപാട് കഥകളൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ കൊച്ചു വലുതാകുകയും ഒരുപാട് റിസർച്ച് പേപ്പേഴ്സും ഒരുപാട് ബുക്സ് ഒക്കെ ഈ ഒരു കൊച്ചു എഴുതിയെന്ന് വിചാരിക്കാം. അങ്ങനെ മരിക്കുന്നവരെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്ന് വിശ്വസിച്ചാണ് ഈ ഒരു കൊച്ചു മരിക്കുന്നത്. അങ്ങനെ ഒരു ജന്മം മുഴുവനും പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു 2003 ഇദ്ദേഹം മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇദ്ദേഹത്തിന്റെ ലൈഫ് ടൈം മുഴുവനും നമ്മൾ വിശ്വസിച്ചിരുന്നത് പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്നാണ്. പക്ഷെ സയൻസും എക്യുപ്മെന്റ്സും ഒപ്റ്റിക്സ് ഒക്കെ കുറച്ചുകൂടി ഗ്രോ ആയപ്പോൾ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് അല്ല, ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്തു. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ ഒരു പയ്യന്റെ ലൈഫിന്റെ മീനിങ് എന്താണ്? ഈ ഒരു ലൈഫ് മുഴുവനും ഈ ഒരു പയ്യൻ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്ന് വിശ്വസിച്ചാണ് ജീവിച്ചിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ബുക്കുകൾ എഴുതുകയും ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ലൈഫിന്റെ വർക്കാണ് ശരിക്കും അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സയൻസ് എന്ന് പറയുന്നത് ഫാക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആണ്. അതായത് ഇന്ന് പറയുന്നതല്ല ചിലപ്പോൾ നാളത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ നാളത്തെ റിയാലിറ്റി എന്താണോ അതൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ ഫോളോ അപ്പ് ചെയ്ത് പോവാം. ചിലപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ നോക്കിയേയില്ല. ഏകദേശം അതേപോലത്തെ ഒരു സംഭവമായിരിക്കും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇത്ര നാൾ വിശ്വസിച്ചിരുന്നത് നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്തല്ല, ബിഗ് ബാങ് എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ സംഭവമൊക്കെയാണ് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിൽ ഉള്ളതെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചില ക്ലൂസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്താവാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടുവരുന്ന ഗാലക്സീസിന്റെ ഒരു ഭൂരിഭാഗം ഒരു ഡയറക്ഷനിലും ചെറിയൊരു ഭാഗം മറ്റൊരു ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നത്. ഈ ഒരു ഇംബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ശരിക്കും ബ്ലാക്ക് ഹോളിന്റെ അകത്തായിരിക്കാം നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ യൂണിവേഴ്സിൽ കണ്ടുവരുന്ന ഭൂരിഭാഗം ഗാലക്സികളും ഒരു ഡയറക്ഷനിലേക്കാണ് സ്പിൻ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിലേക്ക് സ്പിൻ ചെയ്യാൻ കാരണം നമ്മുടെ യൂണിവേഴ്സ് മൊത്തത്തിൽ ഒരു ഡയറക്ഷനിലേക്ക് സ്പിൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതായത് ഒരു കോസ്മിക് സ്പിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ആണുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് സ്പിൻ ചെയ്യുന്ന ഒരു തരത്തിലാണ്. ഫിസിക്സിൽ ഒരു ലോ ഉണ്ട്, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതായത് ഒരു റൊട്ടേറ്റിംഗ് ബോഡി കൺസിഡർ ചെയ്യാം. ആ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കോസ് വേണം. അതായത് ചുമ്മാ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യില്ല. അതായത് നാച്ചുറലി ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യില്ല. ആ ബോഡി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അതിനെ ഫോഴ്സ്ഫുള്ളി കറക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസം അവിടെ സംഭവിച്ചാൽ മാത്രമാണ് ആ ഒരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഭൂമി സൂര്യന് ചുറ്റുമാണ് ചുറ്റുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം സൂര്യന് ചുറ്റുമാണ് ചുറ്റുന്നത്. ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ സൂര്യന് ചുറ്റും ചുറ്റുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചുറ്റാൻ കാരണം ഒരു കോസ് ആണ്. ഏർലി സോളാർ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് സോളാർ സിസ്റ്റത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഗ്യാസ് ക്ലൗഡ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തൊരു കോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ചുറ്റും ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതിങ്ങനെ കൂട്ടിയിടിച്ചാണ് നമ്മളിങ്ങനെ സോളാർ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായത്. ഈ ഒരു പ്രതിഭാസം ഒരു 4-4.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഭൂമിയും മറ്റുള്ള പ്ലാനറ്റ്സ് എല്ലാം സൂര്യന് ചുറ്റും ചുറ്റാനുള്ള ഒരു കോസ്, ആ ഒരു കാരണം അതുണ്ടാവാൻ കാരണം സോളാർ സിസ്റ്റത്തിന്റെ തുടക്കം സംഭവിച്ച എന്തൊരു പ്രതിഭാസം കാരണമായിരിക്കാം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ശരിയാണെന്നുണ്ടെങ്കിൽ JWST കണ്ടുപിടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ഗാലക്സികൾ, അതായത് ഏർലി യൂണിവേഴ്സിലുള്ള ഗാലക്സികൾക്ക് വരെ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഭൂരിഭാഗം ഗാലക്സികളെല്ലാം ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ ഒരു റീസൺ, അതായത് ഒരു കോസ്മിക് റൊട്ടേഷൻ അതുണ്ടാവാൻ ഒരു കോസ് ഉണ്ടാവണം. അതായത് ആ ഒരു കോസ്മിക് റൊട്ടേഷൻ ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ കോസ്മിക് റൊട്ടേഷന്റെ ആ ഒരു ഐഡിയ നമ്മൾ തേടി പോകുമ്പോഴാണ് ബ്ലാക്ക് ഹോൾസ്, അതായത് സ്പിന്നിങ് ബ്ലാക്ക് ഹോൾസ് എന്ന ഒരു ഐഡിയ നമുക്ക് വരുന്നത്. അതായത് ഐൻസ്റ്റൈന്റെ തിയറി അനുസരിച്ച് ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് ഒരു എൻറ്റയർ സ്പേസ് ടൈം തന്നെയുണ്ട്. സ്പിന്നിങ് ടൈപ്പ് ബ്ലാക്ക് ഹോൾസിന്റെ ഒരു ബ്യൂട്ടിഫുൾ റെപ്രസെന്റേഷൻ ആണ് ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന മൂവിയുടെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗാർഗാഞ്ചോ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോളില്ലേ, അതൊരു സ്പിന്നിങ് ടൈപ്പ് ബ്ലാക്ക് ഹോളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പിന്നിങ് ടൈപ്പ് ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കുന്ന ഒരു ആംഗുലർ മൊമെന്റം ആയിരിക്കാം
ഈ പറയുന്ന യൂണിവേഴ്സിന്റെ ആ ഒരു സ്പൈറൽ മൂവ്മെന്റിന്റെ ഒരു കാരണം, അതായത് ഒരു കോസ്മിക് റൊട്ടേഷന്റെ ആ ഒരു കോസ്, അതായത് യൂണിവേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു സ്പൈറൽ റൊട്ടേഷന്റെ ആ ഒരു റീസൺ, ആ ഒരു കാരണം പൊപ്ലോസ്കി എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റിന്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ് ശരിക്കും ഇത്. അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് വേറൊരു യൂണിവേഴ്സിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരു സ്പിന്നിങ് ടൈപ്പ് ബ്ലാക്ക് ഹോളിന്റെ അകത്ത് ജനിച്ച ഒരു യൂണിവേഴ്സ് ആയിരിക്കാം. ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയും റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ച സയന്റിഫിക് ഡിസ്കവറീസ് ഒക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിലത്തെ മെജോറിറ്റി ഓഫ് ദി ഗാലക്സീസ് ഇങ്ങനെ ഒരൊറ്റ സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി ഉള്ളത്? അതായത് ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറം നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ യൂണിവേഴ്സിലുള്ള ആ ഒരു ബൗണ്ടറി, അതായത് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന ഒരു ബൗണ്ടറി, അത് തന്നെയായിരിക്കാം ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്തുള്ള ഒരു ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്ലാക്ക് ഹോളിന്റെ ഒരു വലിപ്പം കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഇവന്റ് ഹൊറൈസണിന്റെ ഡയമീറ്റർ ആണ്. അങ്ങനെ നോക്കി കണക്കൊക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ അത്ര മാസീവ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്തായിരിക്കാം നമ്മളിപ്പോ നിൽക്കുന്നത്. അതായത് നമ്മളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്താവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അറ്റ് പ്രസന്റ് ഈ ഒരു സയന്റിഫിക് ഡിസ്കവറി ഒരു തിയറി മാത്രമായിട്ടാണ് ഇപ്പൊ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം കൂടുതൽ എവിഡൻസ് ഒക്കെ നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ യൂണിവേഴ്സ് ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്താണോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഹോക്സ് മാത്രമാണോ? മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.